ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഷോർട്ടും റീൽസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ ഇതേ മോഡലിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് വേറൊരു ടോപ്പ് കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ്ങിലാണ് എൻ്റെ കട്ടിങ്ങും മാർക്കിങ്ങും ഒക്കെ കൊടുക്കുന്നത്. ലൈനിങ്ങിൽ ഞാൻ ഇതുപോലെ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ അളവായിരിക്കണം. ബാക്കിയുള്ളവരുടെ അളവ് അതേപടി കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഈ ബോഡി പാർട്ടിൻ്റെ ആ ഒരു അളവ് നമ്മളെ അളവ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇതേപോലെ നമ്മുടെ ചെസ്റ്റ് 9 ഇഞ്ചാണ് എടുത്തത്. 1 ഇഞ്ച് കൂടി സ്ലീവ് അലവൻസ് ചേർത്ത് ഒരു 10 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ആം ഹോൾ കേവി തുറന്ന് വരച്ചു കൊടുത്തു. ഞാൻ ഈ ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കലുണ്ടല്ലോ, ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ച് കൊടുത്തിട്ട് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കങ്ങനെ ഈ എന്താ പറയുക ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫിറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ടോപ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് നമ്മൾ ഒന്നിക്കിൽ സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ യു നെക്ക്, ഇതായിരിക്കും ഈ ഒരു മോഡലിന് കുറച്ചുകൂടി എളുപ്പം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മോഡലിന് യു നെക്ക് അല്ലെങ്കിൽ സ്ക്വയർ നെക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നെക്ക് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നെക്കും എനിക്ക് തോന്നുന്നു യു നെക്കാന്ന് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വെലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു മോഡലിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈനിങ് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് പീസ് ബാക്ക് പീസും ഒരേപോലെ തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിതേ ഒരു പഴയ സാരി തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ ഈ ഒരു സാരി വെച്ചിട്ട് വേറൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് പീസാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സാരിക്ക് ഇതുപോലുള്ള സാരിയാണ് എടുക്കുന്നതെങ്കിലുള്ള കാര്യം ഞാൻ പറയണത്. സാരി ആണെങ്കിൽ ഇതുപോലത്തെ കരഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള ആ ഒരു പോർഷൻ മാത്രമൊക്കെ റെഡിയാക്കി എടുത്താൽ മതിയാകും. ഞാൻ പിന്നെ അതെന്തായാലും കട്ട് ചെയ്യേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. ആ ഭാഗം ഒന്ന് എന്താ പറയുക, ആ ഭാഗം ഒന്ന് തള്ളി വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ബാക്ക് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ബാക്ക് പീസ് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അത് ശേഷമാണ് ഫ്രണ്ട് പീസ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണത്. പിന്നെ നമ്മൾ ഈ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴേ കൂടുതലും ഈ ജോർജറ്റിൻ്റെ അതേപോലെ ഷിഫോണ് എന്താ പറയുക ക്രേപ്പ് ഈ ടൈപ്പ് തുണി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാണാനും ഒരു എന്താ പറയുക ആ ഒരു വെസ്റ്റേൺ ലുക്ക് കിട്ടണ്ടെങ്കിൽ ഇതുപോലുള്ള ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലുള്ള തുണി ഉണ്ടാവില്ലേ, അങ്ങനത്തെ തുണി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. ഈ കോട്ടൻ്റെതിനേക്കാളും ഇതുപോലുള്ള തുണി വെച്ചിട്ട് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ. ഈ ഒരു പോർഷൻ ഇതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ കട്ടിങ്. ഫ്രണ്ട് പീസ് ഞാൻ ഇതേപോലെ തുണി രണ്ടായി ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു സെൻറ്റർ മടക്ക് ഭാഗം ഉണ്ടല്ലോ, ആ മടക്ക് ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച്, കറക്റ്റ് 4 ഇഞ്ച് കേട്ടോ. അതാണ് ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു അളവ് എന്ന് പറയുന്നത്. കറക്റ്റ് 4 ഇഞ്ച് ഇതേപോലെ ഒന്ന് വിട്ട് കൊടുത്ത് അതിനപ്പുറത്തേക്കാണ് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ആ ഭാഗം മൊത്തമായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു 4 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് എന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കട്ടിങ്ങും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ സ്ലീവിനും അതേപോലെ ബോഡി പാർട്ടിൻ്റെ താഴത്തെ ഭാഗം ചെറിയൊരു ഡിസൈനും കൂടി കൊടുക്കുമ്പോൾ, ചെറിയൊരു വർക്ക് കൂടി കൊടുക്കുമ്പോൾ ഒരു കറക്റ്റ് പക്ക നമ്മുടെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് ഒരു ടോപ്പ് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ടോപ്പ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. വളരെ എളുപ്പമാണ്, ഒരു പണിയും ഇല്ല കേട്ടോ. നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണിത്. പിന്നെ ഈ ഒരു തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ, ഈ ഒഴുകി കിടക്കണ പോലത്തെ തുണിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിയിൽ തുണി ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യണം, കൈ വെച്ചിട്ടൊന്ന് കറക്റ്റ് തന്നെ ആക്കി വെക്കണം. അതേപോലെ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴൊക്കെ ഇങ്ങനെ വെലിഞ്ഞു പോകുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള തുണി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്താ പറയുക പിന്ന് കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതങ്ങനെ തുണി തെന്നിപ്പോകത്തൊന്നുമില്ല. കുറച്ച് നമുക്ക് എന്താ പറയുക കംഫർട്ടബിളോടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ടെൻഷനായിരിക്കും, അടിയിലുള്ള തുണി അടിയിൽ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ വെലിഞ്ഞ് ഉള്ളിലേക്ക് കയറിപ്പോയിനോ, അല്ലെങ്കിൽ ചെരിഞ്ഞു പോയിനോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതിന് ഏറ്റവും നല്ലതാണ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ പിന്ന് കുത്തി വെച്ചിട്ട്
കട്ട് ചെയ്തത്. ഞാൻ പിന്നെ കുത്തി വെച്ചിട്ടില്ല, ഞാനത് എന്താ പറയുക, എനിക്ക് അത് തെന്നിപ്പോവില്ല, ഞാൻ കൈ വെച്ചിട്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെല്ലെയാണ് പതുക്കെയാണ് ഞാൻ അത് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ തുണി കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഉറപ്പായിട്ടും അത് തെന്നിപ്പോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഒരു കട്ടിങ്. ഞാൻ അതിൻ്റെ നെക്ക് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കൊക്കെ നമ്മുടെ ലൈനിങ്ങിനനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ആ ഒരു 4 ഇഞ്ച് ഭാഗം ആ ഫ്രണ്ടിൽ അങ്ങനെ വിട്ടുവെന്നേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് വെച്ച ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഒരു എന്താ പറയുക, അതിനെന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ടൊരു മാർക്കിങ് കൊടുക്കുക. അതേപോലെ ആ ഒരു മടക്ക് വശമുണ്ടല്ലോ, അവിടെയും ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇപ്പം നമ്മളതൊന്ന് നിവർത്തി ഇട്ട് കൊടുത്താൽ 3 കട്ടിങ് അവളുടെ ഒരു സ്പേസ് നമ്മളൊക്കെ അടക്കം കിട്ടും. 1 2 3 ഇതെല്ലാം 3 എണ്ണം നമുക്ക് കയ്യിൽ കിട്ടും. ഇനി അവിടുന്ന് ഫസ്റ്റ് നമ്മളത്തെ ആ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ കത്രികനെ കൊണ്ടൊരു ചെറിയൊരു തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് സെൻറ്ററിലെ ആ ഒരു കട്ടിങ്ങിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു മോഡൽ. ഇങ്ങനെയാണ് കിട്ടുക നമുക്ക്. ആ ഒരു മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഓടിക്കാൻ കാണിക്കാം. ഇതേപോലെ ഒരു നമ്മൾ വലതുവശത്ത് നിന്ന് ആ സെൻറ്ററിലോട്ടും ഇടതുവശത്ത് നിന്ന് ആ ഒരു സെൻറ്ററിലോട്ടും ഇതേപോലെ 2 വശത്തുനിന്നും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഉറപ്പായിട്ട് പിന്നെ കുത്തി കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ഞാൻ ചെറിയൊരു ഡിസൈൻ പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യില്ലേ, എന്താ പറയുക, കൈവണ്ണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് എന്താ പറയുക, ആദ്യം ഒന്ന് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മളെ കൈവണ്ണം, നമ്മൾ സാധാരണ കൈവണ്ണത്തിൻ്റെ കണക്കായിട്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുവരല്ലേ ചെയ്യുക. ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ സ്ലീവിന് ഷേപ്പേ കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. നല്ല വീതിയിൽ കേട്ടോ, നമ്മൾ എത്രത്തോളം മേലെ വണ്ണം എടുത്തിട്ടുണ്ടോ അതേ വീതിയിൽ തന്നെ താഴോട്ടേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് അളവല്ലാണ്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് എത്ര വീതി കിട്ടുന്നുണ്ടോ ആ വീതി മുഴുവനായിട്ടൊന്നും എടുക്കാം. നമ്മൾ താഴത്തെ ഭാഗം എന്താ പറയുക ലൂസായിട്ട് കിടക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ, അങ്ങനെയല്ല, അതിന് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. എന്താണെന്നുള്ളത് പറയാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഇതാണ് ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസിൻ്റെ ഞാൻ കത്രിക കൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു ഭാഗമാണത് കേട്ടോ. ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സെൻറ്ററിലെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡുള്ള ആ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ സെൻറ്ററിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക. ഫസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് പിന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ലൈനിങ് വെച്ചിട്ട് നെക്ക് മറിച്ചടിച്ചാൽ മതിയാവും കേട്ടോ. ഇതേപോലെ ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ലൈനിങ്ങിൽ ഇതുപോലെ ഒന്ന് ലൈനിങ് വെച്ചിട്ട് ലൈനിങ് അടിച്ച് തിരിച്ചിട്ട് കൊടുത്തു, മറിച്ചിട്ട് കൊടുത്തു. ഇത്രയും ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു എന്താ പറയുക ആ ഒരു മോഡലിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇത്രത്തോളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഡിസൈന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് കൂടി വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുത്താൽ, ഞാൻ ആദ്യം നമ്മൾ ഇതിൽ കാണിച്ച പോലുള്ളൊരു വീഡിയോയിൽ കാണിച്ച പോലുള്ളൊരു ടോപ്പ് നമുക്ക് കയ്യിൽ കിട്ടും. താഴത്തെ ഭാഗം മടക്കി അടിച്ചാൽ മതിയാകും. പക്ഷെ ഞാൻ ചെറിയൊരു വെറൈറ്റി ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. അതിന് മുന്നേ നമുക്ക് അതൊന്ന് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് ബാക്കും ഫ്രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് സ്ലീവ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെ ഇങ്ങനെ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് കയറ്റാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇലാസ്റ്റിക് എടുക്കുക. ആ ഇലാസ്റ്റിക് കയറ്റാൻ പറ്റുന്ന ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കണം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് എന്താ പറയുക സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് കയറ്റി കൊടുത്തു. ഇലാസ്റ്റിക്കിൻ്റെ വലിപ്പം എടുക്കേണ്ടത് നമ്മുടെ കൈവണ്ണം ഉണ്ടല്ലോ, കൈവണ്ണത്തിൻ്റെ ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം നമ്മുടെ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഒരുപാട് പകുതിയായി കഴിഞ്ഞാൽ വല്ലാണ്ട് ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ അളവിനേക്കാളും ഒരു 3-4 ഇഞ്ച് ലെങ്ത്ത് കുറച്ചാണ് ഇലാസ്റ്റിക് എടുത്തത്. അതാകുമ്പോൾ താഴത്തെ ഭാഗം ഇതേപോലെ നല്ല ഫ്രില്ലായിട്ട് താഴത്തെ ഭാഗം ഇങ്ങനെ നിൽക്കും. നല്ല ബലൂൺ സ്ലീവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിൽ കേട്ടോ. അപ്പോൾ താഴത്തെ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഇങ്ങനെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ടോപ്പിൻ്റെ താഴത്തെ ഭാഗം കൂടി അതേ മോഡലൊന്ന് ചെയ്തെടുക്കണം. അതായത് ബലൂൺ ടോപ്പ്. ഈ ഒരു ടോപ്പിനാണ് ബലൂൺ ടോപ്പ് എന്ന് പറയാം കേട്ടോ. ഇതേപോലെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതിലേക്ക് നമ്മുടെ ഇലാസ്റ്റിക് കൂടി ഒന്ന് കയറ്റി കൊടുക്കുക. ഇലാസ്റ്റിക്കും ഞാൻ ഇതിനും ഒരുപാട് ടൈറ്റ് ആക്കി കൊടുത്തിട്ടില്ല. ഇലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് നിൽക്കണം, അത്രയുള്ളൊരു ഗ്യാപ്പിലാണ് ലെങ്ത്തിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇലാസ്റ്റിക് ഞാൻ എടുത്തത് എൻ്റെ ഹിപ്പ് സൈസ് ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറവ്, അത്രേ കുറച്ചിട്ടുള്ളൂ. പകുതിയോളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഇലാസ്റ്റിക് എനിക്ക് ടോട്ടൽ വേണ്ടുന്ന അളവിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറവിലാണ് ഇലാസ്റ്റിക് എടുത്തത്. അത് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പോലുള്ള ഒരു മോഡൽ ടോപ്പാണ് കേട്ടോ. താഴത്തെ ഭാഗം ഇലാസ്റ്റിക് ഉണ്ട്, സ്ലീവിനും താഴത്തെ ഭാഗം ഇലാസ്റ്റിക് ഉണ്ട്. അത് താഴത്തെ ഭാഗം ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് തന്നെ അതവിടെ ടൈറ്റായിട്ട് അങ്ങനെ നിന്നോളും. അതുപോലെ അത്യാവശ്യം നല്ല ലൂസിൽ നല്ല ഭംഗിയിൽ അങ്ങനെ നിന്നോളും കേട്ടോ. ജീൻസിനോടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ടോപ്പാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ഇട്ട്